ഹരി ഓം. കഴിഞ്ഞ വീഡിയോയിൽ ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ ഭഗവാന്റെ ഉപദേശം, അതിൽ 50-ാമത്തെ ശ്ലോകത്തിൽ കുറച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. യോഗം കർമ്മത്തിലെ കുശലതയാണ് കർമ്മയോഗം. അപ്പോൾ കർമ്മയോഗത്തിൽ തന്നെയാണ് ഭക്തിയും. ഭക്തി ഈശ്വരബോധമില്ലാതെ, ഈശ്വര വിശ്വാസമല്ല, ഈശ്വരബോധം, ഈശ്വരനാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ള ബോധം, അല്ലെങ്കിൽ ഈ കർമ്മങ്ങൾക്കെല്ലാം ഫലം നൽകുന്നത് ഈശ്വര ഇച്ഛ കൊണ്ടാണ്. നമ്മുടെ ഇച്ഛ അതിന് കാരണമാകുന്നില്ല. എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട്, പക്ഷെ നമ്മുടെ ഇച്ഛ അതിന് കാരണമാകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ ഇച്ഛയ്ക്കാണ് എല്ലാം നടക്കുന്നത് അറിഞ്ഞ്, അത് നല്ലതായാലും നമുക്ക് ഇഷ്ടമുള്ളതായാലും ഇഷ്ടമല്ലാത്തതായാലും ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം അത് ഭഗവാന്റെ ഇച്ഛയ്ക്കാണ് നടക്കുന്നതെന്ന് അറിഞ്ഞ് എനിക്കതിൽ ഇച്ഛയില്ല. അപ്പോൾ ഫലം നമ്മൾ ഇച്ഛിക്കേണ്ട ആവശ്യമില്ല, അറിഞ്ഞാൽ മതി. ഫലമുണ്ട്, ഇന്നതിന് ഇന്ന ഫലമുണ്ട് എന്നുള്ള അറിവുണ്ട്, പക്ഷെ അത് ഇച്ഛിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കർമ്മം ചെയ്ത് ആ കർമ്മബന്ധത്തിൽ നിന്നും മുക്തി നേടാനായി കർമ്മയോഗം, ചിത്തശുദ്ധി, അവിടെ ഞാൻ എൻ്റെ എന്നുള്ള ആ ഭാവത്തോടെ ചെയ്യുന്ന, സ്വാർത്ഥ മോഹത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും നിസ്വാർത്ഥമായി ചെയ്തുകൊണ്ട് പ്രവൃത്തിയിൽ നിന്നും നിവൃത്തി മാർഗത്തിലേക്ക്, പ്രവൃത്തിയിലൂടെ തന്നെ നിവൃത്തി മാർഗത്തിലേക്ക് അത് നിവൃത്തി ഉണ്ടാവുകയാണ്. അവിടെ പുണ്യവും പാപവും രണ്ടും അവനെ ഏൽക്കുന്നില്ല, ഇവിടെ തന്നെ എന്ന് പറയും. അപ്പോൾ ഈ യോഗം എന്ന് പറയുന്നത് കർമ്മത്തിലെ കുശലതയാണ്. അപ്പോൾ ഇവിടെ തന്നെ സുഹൃതവും ദുഷ്കൃതവും ഉഭയ സുഹൃത ദുഷ്കൃതേ ജഹാദി ഇഹ, ഇവിടെ തന്നെ അതിനെ പരിത്യജിക്കുന്നു. തസ്മാ യോഗായ യുജ്യസ്വ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. ശരിയായ ഈശ്വര ഭക്തി എന്തെന്നും ആത്മീയത എന്താണെന്നും അത് കർമ്മയോഗത്തിൽ സാധനയാണ്. അവിടെ സാധകനാണ്. അവിടെ അഹന്തയെ വേറെ ഈശ്വരിങ്കൽ വലിയൊരു ഈശ്വര തത്വത്തിൽ നിർത്തിക്കൊണ്ട് ആ അഹന്തയ്ക്ക് ശമനം, അഹന്തയെ എവിടെയെങ്കിലും നിർത്തണമല്ലോ, അല്ലാതെ കർമ്മം ചെയ്യില്ല. അപ്പം അത് ഈശ്വരനാണ് ചെയ്യുന്നത് എന്ന് കണ്ടുകൊണ്ട് ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യാൻ ഉപദേശിച്ചു. തുടർന്നുള്ള ശ്ലോകം 51-ാമത്തെ. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. അനാമയം ഗച്ഛന്തി, അനാമയം പദം ഗച്ഛന്തി. ദുഃഖശൂന്യമായ സ്ഥാനത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് ഭഗവാൻ. ദുഃഖശൂന്യം എന്ന് പറഞ്ഞാൽ സുഖദുഃഖം രണ്ടും, ദ്വൈതങ്ങൾക്കെല്ലാം അതിനെ സമമായി കണ്ടുകൊണ്ടുള്ള ആ ദുഃഖ നിവൃത്തി, പരമശാന്തിയെ കൈവരിക്കുക തന്നെ ചെയ്യും. എപ്പോ? ബുദ്ധിയുക്താഹ, സമത്വ ബുദ്ധിയോടുകൂടിയ മനീഷിണഃ, വിചാരശീലന്മാർ, അല്ലാണ്ട് വിശ്വാസികളല്ല, വിചാരശീലന്മാർ. ഈശ്വരനെ ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കുന്നവർ കർമ്മജം ഫലം, കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ ത്യക്ത്വ, ഉപേക്ഷിച്ചിട്ട് ജന്മബന്ധ വിനിർമുക്താഹ, ജന്മബന്ധനങ്ങളിൽ നിന്നും മുക്തരായിട്ട്. ജന്മബന്ധനത്തിന് കാരണം എന്താണ്? പുണ്യവും പാപവും, കർമ്മങ്ങളിലെ ഫലങ്ങൾ. അപ്പോൾ കർമ്മമേ ഞാൻ ചെയ്യുന്നില്ല, ഫലങ്ങളും എന്നിലില്ല, ഫലങ്ങളും ഞാൻ ഇച്ഛിക്കുന്നവനല്ലോ ഫലം വന്നു ചേരുന്നത്. പുണ്യപാപമൊന്നും എന്നിൽ വന്നു ചേരുന്നില്ല എന്ന് ഇവിടെ തന്നെ അറിഞ്ഞ് ജന്മബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്തനായിട്ട് അനാമയം പദം ഗച്ഛന്തിഹി, ദുഃഖശൂന്യമായ ആ പദത്തെ, സ്ഥാനത്തെ പ്രാപിക്കുക തന്നെ ചെയ്യുന്നു. പ്രാപിക്കുന്നുള്ള ഉറപ്പ് തരികയാണ്. ഗച്ഛന്തിഹി ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള ആ ബുദ്ധിയോഗത്തെ അഭ്യസിക്കൂ, അഹന്തയെ കൈവിടൂ, നിസ്വാർത്ഥതയെ കൈവരിക്കൂ. സ്വാർത്ഥ ബുദ്ധിയില്ലാതെ കർമ്മങ്ങളെ, ഓരോ കർമ്മവും ജീവിതം തന്നെ അങ്ങനെ ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ട്, അതാണ് പരമമായ ഭക്തന്റെ ലക്ഷണം. അവിടെ അഹന്തയ്ക്ക് സ്ഥാനമില്ല, അവിടെ ഇങ്ങനെ ഫലങ്ങളിൽ സ്ഥലമില്ല. അവിടെ സത്കർമ്മങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ആ അഹന്ത ഇല്ലെങ്കിൽ ബാക്കി ചെയ്യുന്നതെല്ലാം സത്കർമ്മമാണ്. ഈശ്വരാങ്കലം ചെയ്യുന്നതെല്ലാം സത്കർമ്മം തന്നെ. ഈശ്വര നിശ്ചയമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈശ്വരേച്ഛയ്ക്കായി ചെയ്യുന്നത്. അഹന്തയില്ല, ഞാൻ എന്നുള്ളതില്ല അവിടെ. ആ ഞാനെ പോലും സമർപ്പിച്ചു അവിടെ. കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ കർമ്മഫല ഹേതു ആകരുതെന്ന് പറഞ്ഞു. ആ കർമ്മഫലത്തിന് ഹേതു ആകാതെ എല്ലാം ഈശ്വരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ജീവിതം തന്നെ ഈശ്വരാർപ്പണമായി തീരുമ്പോൾ അവിടെ ഇങ്ങനെ ചിത്തശുദ്ധിയാവും. അപ്പം അതിൻ്റെ പരിശ്രമത്തിൽ പൂർണ്ണതയാണ്, പൂർണ്ണ
ആ ഫലപ്രാപ്തിയാണ് എന്ത് പറയുന്നത്? ഗച്ഛന്തി അനാമയം പദം. ആ അനാമയമായ പദത്തെ അല്ലെങ്കിൽ ആത്മതത്വത്തെ ബോധിക്കുന്നു. അവിടെ ആത്മതത്വത്തെ ബോധിക്കാതെ ഇരിക്കുന്നില്ല. നമ്മളിപ്പോഴും ബോധിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട് ഈശ്വരനെ. പക്ഷേ വിഷയരാമനായിരിക്കുന്നതുകൊണ്ട് ആത്മാരാമനാകാൻ സാധിക്കുന്നില്ല. നമ്മുടെ തല തിരിഞ്ഞുപോയി, വിഷയങ്ങളിലോട്ടായി. വിഷയങ്ങളിലെ നമ്മുടെ ശരീര മനോബുദ്ധികളിൽ താതാത്മ്യപ്പെട്ടുകൊണ്ട് പുറമെ വിഷയങ്ങൾ രമിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സ്. അങ്ങനെയുള്ളവിടെ ആത്മാവിനെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഇവിടെ എല്ലാം സർവങ്കലു ഇതം ബ്രഹ്മ, ഇതെല്ലാം സ്വരൂപമായിരിക്കുന്നത്, കേവലമായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. പക്ഷെ അതിനെ തിരിച്ചറിയുന്നില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ടല്ലേ ശബരിമലയിൽ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്ര വ്രതങ്ങളൊക്കെ എടുത്ത് നമ്മൾ പോകുമ്പോൾ അവിടെ എന്താ കാണുക? തത് ത്വം അസി, അത് നീ ആകുന്നു. പക്ഷെ അത് തിരിച്ചറിവ് വരുന്നില്ല. എത്ര വർഷം പോയാലും തിരിച്ചറിവ് നമുക്ക് വരുന്നില്ലെങ്കിൽ നമ്മളെ പോകുന്നതിലോ അല്ലെങ്കിൽ പോകുന്നതിന് മുന്നേ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൻ്റെയിലോ ഭക്തിയിലോ ഒന്നും ആ ഒരു ശരിയായ മാർഗം, അല്ലെങ്കിൽ അതിലേക്ക് കുറേശ്ശെ ആയിട്ട് നമ്മുടെ മനസ്സ് ശുദ്ധമായി നിസ്വാർത്ഥമായി സ്വാർത്ഥബുദ്ധിയില്ലാതെ വരുമ്പോൾ തന്നെത്താൻ ആ ഈശ്വര തത്വം, അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ തത്വം തന്നെയാണ്, എനിക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല, എപ്പോഴും ഞാൻ ആത്മതത്വം തന്നെയാണ്, ഞാൻ ഈശ്വര തത്വം തന്നെ, ഈശ്വരനല്ലാതെ ഇവിടെ യാതൊന്നുമില്ല എന്നുള്ള ബോധത്തിലേക്ക് സ്വയം ഉണരും. അതിന് നമ്മൾ തന്നെ പ്രയത്നിക്കണം. ഉദ്ധരേത് ആത്മനാത്മാനം, നമ്മൾ തന്നെ അതിലേക്ക് പ്രയത്നം കൊണ്ടുവരണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം അതിനെ അറിഞ്ഞ് വിവേകത്തോടു കൂടി പ്രയത്നിക്കണം, കർമ്മയോഗത്തിൽ തുടരണം എന്നാണ്. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. യഥാ തേ ബുദ്ധി മോഹകലിലം വ്യതിതരിഷ്യതി, എപ്പോൾ നിന്റെ ബുദ്ധി, ജ്ഞാനം ഈ തെറ്റിദ്ധാരണയാകുന്ന മോഹമാകുന്ന മാലിന്യത്തെ വ്യതിതരിഷ്യതി, അതിക്രമിക്കുക. അതായത് ഈ വിഷയബോധം, വിഷയരാമനായിരിക്കുന്ന ആ വിഷയ സ്വാർത്ഥ ബുദ്ധിയോടുകൂടി എല്ലാം എനിക്ക് കിട്ടണം എന്നുള്ള ആ ബുദ്ധിയെല്ലാം പോയി എല്ലാം ഈശ്വര ബുദ്ധിയിൽ മനസ്സ് രമിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ മാലിന്യമെല്ലാം മാറി, മോഹമാകുന്ന തെറ്റിദ്ധാരണയുടെ മാലിന്യമെല്ലാം മാറി മനസ്സ് ശുദ്ധമാകുമ്പോൾ തഥാ ശ്രോതവ്യസ്യ ശ്രുതസ്യ ച നിർവേദം ഗന്ധ അസി ത്വം അസി, നീ വൈരാഗ്യത്തെ, നിർവേദം ത്വം ഗന്ധ അസി, നീ പ്രാപിക്കും, നിർവേദത്തെ പ്രാപിക്കും. നിർവേദം പറഞ്ഞാൽ എന്താ? ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഇനിയിപ്പോൾ കുറേ കാര്യങ്ങൾ, അത് ചെയ്താൽ എങ്ങനെ കിട്ടും, ഇത് ചെയ്താൽ എങ്ങനെ കിട്ടും, വേദങ്ങളിലും നമ്മൾ വേദങ്ങളില്ലാത്തതുകൊണ്ട് ഇന്ന് താന്ത്രികപരമായിട്ടുള്ളോ അല്ലെങ്കിൽ വേറെ പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മനസ്സ് സ്വാർത്ഥപരമായിട്ട് ഓടുന്നുണ്ടല്ലോ, അതെല്ലാം ഇല്ലാതാവും. എപ്പോൾ? നമ്മുടെ മോഹം, അതിൻ്റെ മാലിന്യം അത് അതിക്രമിക്കുമ്പോൾ. എങ്ങനെ? ബുദ്ധിയിൽ. എങ്ങനെ ബുദ്ധിയിൽ? ഈ കർമ്മയോഗത്തിലൂടെ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുമ്പോൾ ചിത്തശുദ്ധി എന്നുള്ളതാണ്. ആ ചിത്തശുദ്ധിയിൽ ആത്മതത്വ നിഷ്ഠ, തത്വജ്ഞാന നിഷ്ഠ, മോക്ഷം എന്ന് പ്രാപ്തമാകും എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ തെറ്റിദ്ധാരണയിലുണ്ടായ ആ മാലിന്യമെല്ലാം മാറുമ്പോൾ നമുക്ക് ഈ ഇനിയും വേദങ്ങളിലോ അല്ലെങ്കിൽ ഇനിയും സ്വാർത്ഥമായ കാര്യങ്ങളിൽ അത് ചെയ്താൽ ഇന്ന് കിട്ടണം, ഇത് ചെയ്താൽ അങ്ങനെ കിട്ടണം എന്നുള്ള ഈ ഓടി നടക്കുന്നത് നമുക്ക് സ്വതവേ സ്വാഭാവികമായിട്ടും ഇല്ലാതാകും എന്നാണ് പറയുന്നത്. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ശ്രുതി വിപ്രതിപന്നാ തേ യഥാസ്ത്യാസ്യസി നിശ്ചല സമാധാവചല ബുദ്ധിസ്തഥാ യോഗമവാപ്സ്യസി. അങ്ങനെ വിരക്തി, വൈരാഗ്യമുണ്ടാകുമ്പോൾ വിഷയങ്ങളോടും നിസ്വാർത്ഥ കർമ്മത്തിലൂടെ വൈരാഗ്യം, സ്വാർത്ഥ ബുദ്ധിയിലേക്ക് ഇല്ലാതെ വിഷയരാമനല്ലാതെ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള മനസ്സിലെ ശ്രുതി വിപ്രതിപന്നാതേ, വേദവാക്യങ്ങളിൽ ഭ്രമിക്കുന്ന തേ ബുദ്ധി നിശ്ചല യഥാ സമാധൗ അചലാസ്താസിതി. ശ്രുതി വിപ്രതിപന്നാതേ ബുദ്ധി, വേദവാക്യങ്ങളിൽ ഈ സാധ്യ സാധനങ്ങളിൽ അല്ലേ എന്തൊക്കെയോ നേടിയെടുക്കണം, സാധനങ്ങളിലൂടെ അതും ഇതും ഒക്കെ നേടണം. ഈ ചിത്തശുദ്ധി പോലും നമ്മൾ ഇതിൽ ഈശ്വരപ്രസാദമായി കിട്ടുന്ന കർമ്മയോഗത്തിലൂടെ അതുപോലും ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ വിഷയങ്ങളിൽ എനിക്കത് കിട്ടണം ഇത് കിട്ടണം, എൻ്റെ യോഗവും ക്ഷേമവും നടക്കണം, അങ്ങനെ ഭഗവാൻ പറയുന്നു നിർ യോഗക്ഷേമ ആത്മവാൻ എന്ന് പറഞ്ഞാലും നമ്മൾ എന്താ ചെയ്യുന്നത്?
അവിടെ എനിക്ക് എൻ്റെ ഉള്ളതെല്ലാം എനിക്ക് നിലനിർത്തണം, ഇനിയും അത് കിട്ടണം, ഇത് കിട്ടണം, എൻ്റെ ആൾക്കാർക്ക് അങ്ങനെ ആവണം, എനിക്ക് ഇങ്ങനെ ആവണം എന്നുള്ളതെല്ലാം നമ്മുടെ ബുദ്ധിയിൽ ഇതായി ലൗകികമായും ആത്മീയമായും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അങ്ങനെയുള്ള ആ ഭ്രമിക്കുന്ന ബുദ്ധി നിശ്ചല സ്ഥിരമായിട്ട് യഥാസമാധൗ എപ്പോഴാണോ ആത്മാവിൽ അചലാസ്യാസിതി ഇളക്കമില്ലാതെ നിലകൊള്ളുന്നുവോ. എങ്ങനെ ഇളക്കമില്ലാതെ നിലകൊള്ളും? വിഷയാരാമൻ നിന്നെല്ലാം മാറി കർമ്മയോഗത്തിലുള്ള ചിത്തശുദ്ധി എന്നുള്ള കർമ്മയോഗത്തിന്റെ പൂർണ്ണതയിൽ ആ ചിത്തശുദ്ധി വരുമ്പോൾ അവിടെ ഈ ആത്മബുദ്ധിയിലെ എങ്ങനെ ഇളക്കമില്ലാത്ത ആത്മാവിൽ നമ്മുടെ മനസ്സ് നിൽക്കുമ്പോൾ തഥാ യോഗം അവാപ്സ്യസി, അപ്പോൾ കർമ്മഫലമായ ജ്ഞാനയോഗത്തെ, കർമ്മയോഗ ഫലമാണ് അത് വരുന്നത്. എങ്ങനെ? കർമ്മയോഗ ഫലമായ ചിത്തശുദ്ധി, അതിലൂടെ കിട്ടുന്ന ജ്ഞാനയോഗത്തെ അവാപ്സ്യസി, അപ്പോഴാണ് ജ്ഞാനയോഗം നൈഷ്കർമ്മ്യസിദ്ധി അപ്പോഴാണ് പ്രാപിക്കുന്നത്. ഇപ്പോൾ അർജുനോട് പറയുന്നത് എന്താ? നിനക്ക് സമയമായിട്ടില്ല, നീ ഇപ്പോൾ യുദ്ധം ചെയ്യേ. അപ്പോൾ ആ യുദ്ധം ചെയ്യുന്നത് എങ്ങനെ? അവൻ രാജസികമായ ഗുണമാണ് ഏറി നിൽക്കുന്നത്, മറ്റുള്ള ഗുണങ്ങളെക്കാളും രജോ ഗുണമാണ് ഏറി നിൽക്കുന്നത്. രജോ ഗുണ പ്രധാനിയാണ് അർജുനൻ. അപ്പോൾ അദ്ദേഹത്തോട് ഇതിൽ നിന്ന് സ്വധർമ്മത്തിൽ നിന്ന് മാറി പരധർമ്മത്തെ സ്വീകരിക്കുകയല്ല, നീ ധർമ്മങ്ങളെ അനുഷ്ഠിക്കൂ, പക്ഷെ കർമ്മയോഗപരമായിട്ട് അനുഷ്ഠിച്ച് ചിത്തശുദ്ധിയിലൂടെ നൈഷ്കർമ്മസിദ്ധിയെ പ്രാപിക്കൂ. ഇത് നമ്മളോട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴി എന്ത് തന്നെയാണ്? മോഹത്തിൽ പെട്ടുകിടക്കുകയാണ്. അപ്പം മോഹത്തിൽ നിന്ന് ഒഴിവാവാൻ ഈശ്വരാർപ്പണമായി സ്വാർത്ഥത വെടിഞ്ഞ് കർമ്മയോഗത്തെ അനുഷ്ഠിക്കൂ. ഇതിലെ സംഘം ത്യക്വ, എന്തിലെ? ഫലത്തിലെ സംഘത്തെ. എങ്ങനെ സംഘത്തെ എങ്ങനെ വിടും? അറിവോടുകൂടി. ഈ ഫലത്തിൽ യാതൊരു അധികാരവും നമുക്കില്ല എന്നുള്ളത് നമ്മുടെ ഇച്ഛ കൊണ്ടല്ല ഫലങ്ങൾ നടക്കുന്ന ജീവിതത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കി അകർമ്മത്തിലേക്ക് നീങ്ങാതെ, കർമ്മങ്ങളെ കർമ്മഫല ഹേതുവുമാകാതെ, കർമ്മഫലത്തിന് ഞാൻ ഹേതുവാകുന്നില്ല, എൻ്റെ ഇച്ഛ കൊണ്ടല്ല ആകുന്നത്, ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകണം എന്നില്ല ഒരു കർമ്മഫലം, ഞാൻ ഇച്ഛിച്ച പോലെ ആവണമെന്നില്ല, അപ്പോൾ ഇച്ഛയില്ല അവിടെ. അപ്പോൾ അത് കർമ്മഫല ഹേതുവല്ലാതെ ഈശ്വരാർപ്പണമായിട്ട് അഹന്തയെ ഇല്ലാതാക്കി കർമ്മയോഗത്തെക്കുറിച്ച് എങ്ങനെ ചെയ്യണം എന്ന് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുകയാണ്. തുടർന്ന് അർജുനൻ അപ്പോൾ ഈ തത്വജ്ഞാനായിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആവുക? അവിടെ ഇപ്പോഴത്തെ ഈ അജ്ഞാന ദൃഷ്ടിയിൽ നമ്മൾ തത്വജ്ഞനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്പോൾ ഇനി എന്താണ് ആകുക? ഇനിയിപ്പോൾ ഇതെല്ലാം അറിഞ്ഞു, തത്വജ്ഞാനമായി, ഞാൻ സ്വാർത്ഥതയെല്ലാം വെടിഞ്ഞു, ഭഗവാൻ എല്ലാ ഈശ്വരാന്ന് അറിഞ്ഞാൽ ബാക്കി എന്താ? എങ്ങനെ ആവും ആ തത്വജ്ഞൻ്റെ സ്ഥിതി എന്നതിനെക്കുറിച്ച് ഇനി അടുത്ത ശ്ലോകത്തിൽ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്നതിൽ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിതപ്രജ്ഞനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ. പക്ഷെ പറഞ്ഞു തരുന്നത് സ്ഥിതപ്രജ്ഞൻ്റെ ആ ഒരു ലക്ഷണത്തെ മനസ്സിലാക്കാനല്ല, അത് ആ മനസ്സിലാക്കി അതിനെ നമ്മുടെ സാധനയായിട്ട് കൊണ്ടു നടക്കാൻ, നമ്മളെങ്ങനെ അത് നിസ്സംഗമായിട്ട് കർമ്മത്തിൽ പ്രവർത്തിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനി വിവരിക്കുന്നതായിരിക്കും. നമസ്കാരം.